ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഒരു കിടിലൻ സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സാധാ പാലെടുത്താൽ മതി, ചൂട് പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെറിയൊരു മധുരം ഇതിന് ആവശ്യമുള്ളൂ, അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരല്പം യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെയാണ് ഇരിക്കേണ്ടത്. കുറച്ച് തിക്ക് പോലെയും എന്നാൽ ഒരുപാട് ലൂസ് അല്ലാത്ത പോലെയാണ് വേണ്ടത്. പിന്നെ ഞാനിവിടെ ബ്രെഡ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ബ്രെഡ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഈ മാവിൽ നന്നായി ഒന്ന് മുക്കി കൊടുത്തിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബ്രെഡ് കുറച്ച് ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാവിൽ മുക്കിയിട്ട് ഓയിലിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ടാവണം. പിന്നെ ബ്രെഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് മാവിൽ മുക്കി ഇട്ട അപ്പം തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കരുത്. കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ചെറുതായിക്കൊന്ന് കളർ മാറി വരുന്ന വരെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ മൈദമാവൊക്കെ തന്നെ നന്നായി ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, മൈദയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെടുക്കുമ്പോൾ അധികം ഓയിൽ കുടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും മാവിൽ മുക്കിയിട്ട് നമുക്ക് ഓയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.